സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അടച്ചുപൂട്ടിയ ബ്രഹ്മഗിരി മാംസ സംസ്കരണ ഫാക്ടറി മെയ് 1 തുറക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി പി ഗഗാറിൻ. ആവശ്യപ്പെടുന്ന ഷെയർ ഹോൾഡേഴ്സിന് ഘട്ടം ഘട്ടമായി പണം നൽകുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചതായി പി ഗഗാറിൻ പറഞ്ഞു. ഗഗാറിൻ ഇക്കാര്യം വ്യക്തമാക്കിയത് മലനാട് ചാനലിന്റെ തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ UDF-നെ പ്രതിനിധീകരിച്ച് IC ബാലകൃഷ്ണൻ MLA-യും BJP-യെ പ്രതിനിധീകരിച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയലും പങ്കെടുത്തു. മെയ് 1 മുതൽ ഈ ഒരു ഫാക്ടറി പ്രവർത്തനം തുടങ്ങും. ഒപ്പം തന്നെ ഈ ഒരു ഷെയർ ഹോൾഡേഴ്സ് പണം ചോദിച്ചവർ അവരെ പണം തീർച്ചയായിട്ടും അവർക്ക് ഘട്ടഘട്ടമായി തിരിച്ചു കൊടുക്കാനുള്ള നടപടി അവർ സ്വീകരിക്കാനാണ് അവർ. കാരണം അവർക്ക് ഈ സ്ഥാപനം അടഞ്ഞു പോയാൽ നശിച്ചു പോകും. ബ്രഹ്മഗിരി വിഷയത്തിൽ ആനി രാജേന്ദ്ര ഈ ഇതിൻ്റെ പൈസ കിട്ടാനുള്ളവർ അങ്ങനെയാണ് ഈ നാട്ടിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഈ പ്രശാന്ത് മലവയലും തന്നെ ആലോചിച്ചാൽ മതിയല്ലോ. അങ്ങനെ വിഷയങ്ങളുള്ള എന്തെല്ലാം കേസ് ഈ നാട്ടിലുണ്ട്. അതിൽ മുഴുവൻ അന്വേഷിക്കാൻ പോക്കാണോ സ്ഥാനാർത്ഥിയുടെ പണി? ബ്രഹ്മഗിരിയുടെ വിഷയം വേറെ. ബ്രഹ്മഗിരിയുടെ വിഷയം ഇവർ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് എത്തിക്കാനില്ല. ബ്രഹ്മഗിരി മെയ് 1 അതിൻ്റെ ഉൽപ്പാദനം ആരംഭിക്കാൻ പോവാണ്, വീണ്ടും തുടങ്ങാൻ പോവാണ്. അതിനുള്ള എല്ലാ തീരുമാനവും നടപടികളും ആയി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ആളുകൾക്ക് പണം കൊടുത്തവർക്ക് തിരിച്ചിട്ടാണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. അത് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യ പടി എന്നുള്ളതിൽ ആ സ്ഥാപനത്തെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിപ്പിച്ച് തിരിച്ചു കൊടുക്കുന്നതിന് അവരുടെ സ്ഥാപനത്തിൻ്റെ ഭരണസമിതി എല്ലാ അർത്ഥത്തിലും അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. അതിൻ്റെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്.